എല്ലാവർക്കും നമസ്കാരം. ഫിറോസ്ദാദുവാണ്. നമ്മുടെ കൊണ്ടോട്ടി നേർച്ച സ്റ്റാർട്ട് ചെയ്യാണ്. ഇന്ന് വൈകുന്നേരം 4:30 കൊടിയുയർത്തുന്നതോടുകൂടി നമ്മുടെ കൊണ്ടോട്ടിക്ക് തിരി തെളിയാൻ പോവുകയാണ്. അപ്പം അവിടുത്തെ കാഴ്ചകളാണ് ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ ഞാൻ ഉൾപ്പെടുന്നുണ്ട്. അങ്ങനെ കൊണ്ടോട്ടിൻ്റെ മുഴുവൻ വരവും എല്ലാ പരിപാടികളും നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം മാക്സിമം കൂടുതൽ ഷെയർ ചെയ്യുക. താല്പര്യമുള്ള ആളുകൾ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ കൂടെ കൂടുക. കൊണ്ടോട്ടി നേർച്ചയുടെ തുടക്കമായി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ നമ്മുടെ തക്കേക്കൽ സ്ഥാനാരോഹണ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സംഗമം ഒക്കെ ഉള്ളത് ആ ഒരു ഉള്ളിലാണുള്ളത്. അവിടെ നിന്നുകൊണ്ട് ആരാണോ ഈ പുതിയ പദവിയിലേക്ക് വരുന്നത് ആളെ കണ്ടെത്തുന്ന ചടങ്ങുകളാണ്. കണ്ടെത്തിയതിനു ശേഷം ആളെ പ്രഖ്യാപിക്കാൻ പോവുകയാണ്. يا أيها الذين آمنوا اتقوا الله وابتغوا إليه الوسيلة وجاهدوا في سبيله لعلكم تفلحون. صدق الله. وقال رسول الله صلى الله عليه وسلم أنا سيد الولد آدم يوم القيامة ولا فقر بيدي لواء الحمد ولا فقر. അവരുടെ തിരുമുന്നിൽ എത്തൽ പതിവായിരുന്നു. ഇന്ത്യയിലെ പ്രശസ്ത രാജാക്കന്മാരിൽ ഒരാളായ ടിപ്പു സുൽത്താൻ മുഹമ്മദ് ഷാ തങ്ങളുമായി ആത്മീയ ബന്ധം പുലർത്തിയിരുന്നു. അതിനാൽ തന്നെ ടിപ്പു സുൽത്താൻ മഹാനവറുകൾക്ക് ഇനാംദാർ എന്ന പദവി കൊടുത്തു, ആദരിച്ചു. ടിപ്പുവിന് ശേഷം ബ്രിട്ടീഷ് ഗവൺമെന്റും ഇനാംദാർ പദവി നിലനിർത്തി. ഇന്നും പട്ടക്കാർ ധരിക്കുന്ന പട്ടയും മുദ്രയും അതിന്റെ ഭാഗമാണ്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ഇതര സംസ്ഥാനങ്ങളും അവിടുത്തെ തെരീക്കത്തും ഖലീഫമാരും പ്രവർത്തനം ആരംഭിച്ചത് ഇന്നും വളരെ പ്രസിദ്ധമാണ്. ജനങ്ങൾ ഇന്നും ഈ ഖുലഫാക്കളുടെ മഖബറയിൽ ചെന്ന് അവരുടെ ആവശ്യങ്ങൾ സാധിച്ചെടുക്കൽ തുടർന്നുകൊണ്ടിരിക്കുന്നു. മഹാനവറുകൾ കൊണ്ടുവന്ന തെരീക്കത്ത് അവിടുത്തെ സന്താന പരമ്പരയിലൂടെ ഇന്നും നിലനിൽക്കുന്നു. 11ാം സ്ഥാനികനായി മുഖ്താർ എന്ന ആളെ പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മൾ ഈ പരിപാടി തൽക്കാലം അവസാനിക്കുന്നു. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. കേരളത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ سيدنا ومولانا محمد اللهم اوصل وبلغ مثل الثواب ما قرأناه من القرآن العظيم. هذه هدية واصلة ورحمة نازلة وبركة شاملة عزا على عزهم لديك يا رب العالمين. اللهم بحقهم وبجاههم يسر عسيرنا وسهل امورنا وقض حوائجنا وأد ديوننا واشف امراضنا. ആദരണീയനായ സ്ഥാനി തങ്ങളെ പ്രിയപ്പെട്ട സഹോദരന്മാർ, വളരെ നല്ല ഒരു ചടങ്ങിൽ നമ്മുടെ കൊണ്ടോട്ടി തങ്ങളുടെ സ്ഥാനിയായി തങ്ങൾ സ്ഥാനമേറ്റെടുത്തിരിക്കുന്ന. അങ്ങനെ സ്ഥാനാരോഹണ ചടങ്ങ് കഴിഞ്ഞു. ഇനി നേരെ പോകുന്നത് വലിയ തങ്ങളുടെ വീട്ടിലേക്കാണ്. അവിടെ ഒന്ന് സിയാറത്ത് ചെയ്തതിന് ശേഷമാണ് ബാക്കിയുള്ള കർമ്മങ്ങളിലേക്കും ബാക്കിയുള്ള സ്ഥലത്തേക്കൊക്കെ പോകുന്നത്.
പിന്നീട് വരുന്നത് നമ്മുടെ കൊടിമരത്തിൻ്റെ അടുത്തേക്കാണ്. അവിടെ നിന്നും ഒരു വലയം വെച്ചതിന് ശേഷമാണ് നമ്മുടെ കുബ്ബയുടെ ഉള്ളിലേക്ക് പോകുന്നത്. 14 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ന് പോയ ആ കൊടിമര തണലിലേക്ക് വീണ്ടും നമ്മുടെ കൊണ്ടോട്ടി നേർച്ച എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് വൈകുന്നേരം 4:30 കൊടി കയറ്റുകയും അതോടൊപ്പം ഒരു മാസം അതിൻ്റെ അനുഷ്ഠാനങ്ങളൊക്കെ ആയി തങ്ങന്മാർ കുബ്ബയുടെ ഉള്ളിലും അവരുടെ വീട്ടിലുള്ളിലൊക്കെ ഒതുങ്ങി കൂടിയതിന് ശേഷം 30 ദിവസം കഴിഞ്ഞ ശേഷം കൊണ്ടോട്ടി നേർച്ചയ്ക്ക് തുടക്കമാകും. കൊണ്ടോട്ടി നേർച്ചയ്ക്ക് തുടക്കമാവുകയാണ്. അപ്പോൾ ഇന്ന് വൈകുന്നേരം കൊടി കയറ്റുന്നതോടുകൂടി നമ്മുടെ നേർച്ച സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പം എല്ലാവരെയും കൊണ്ടോട്ടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബാക്കിയുള്ള വിഷയങ്ങളോ കാര്യങ്ങളൊക്കെ പുറകിൽ കാണുന്ന കുബ്ബയിലേക്കാണ് പോകുന്നത്. അവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ കുറച്ച് ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ചടങ്ങൊന്നും നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കുകയില്ല. ചടങ്ങിലേക്കൊന്നും നമുക്ക് പ്രവേശിക്കാൻ പാടില്ല. അതുകൊണ്ട് അതൊന്നും ഷൂട്ട് ചെയ്യുന്നില്ല. എന്നാലും ഈ വരവും കാര്യങ്ങളൊക്കെ ഇനി വേണം കൊണ്ടോട്ടിയുടെ ഒരു ഉത്സവമായി മാറാൻ പോവുകയാണ്. അപ്പോൾ ഒക്കെ കൊണ്ടോട്ടിയുടെ ആ ഒരു കുബ്ബയുടെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞു. ഇതാണ് വലിയ തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന മക്ബറ. നമ്മുടെ കുബ്ബയ്ക്കുള്ളിലാണ്. അവിടെ നിന്ന് കുറച്ച് ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് അവർ പുറത്തിറങ്ങുകയാണ്. ചടങ്ങിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് ഷൂട്ട് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് അത് ഒഴിവാക്കിയിട്ടുണ്ട്. ഓക്കെ, ചെറിയൊരു 14 വർഷങ്ങൾക്ക് മുമ്പ് നിന്ന് പോയ കൊണ്ടോട്ടി നേർച്ചയ്ക്ക് വീണ്ടും തിരി തെളിയുകയാണ്. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 14 വർഷമായി. അന്നാണ് ഇത് അവസാനിച്ചത്. വീണ്ടും പുനരാരംഭിക്കുന്നു. ഇതാണ് ഞാൻ ഇന്നലെ പറഞ്ഞ ആ കഞ്ഞിപ്പുര. ഇന്ന് കഞ്ഞി ഇവിടെ സ്റ്റാർട്ടായി. ആളുകൾ കഞ്ഞി കുടിച്ചു തുടങ്ങി. നമുക്കൊരു കഞ്ഞി കുടിക്കാം അല്ലേ? ഓക്കെ, ഒന്നും നിൽക്കട്ടെ. ചീരകഞ്ഞി അല്ലേ? ഓക്കെ, ചീരകഞ്ഞി അച്ചാറുണ്ട്. അച്ചാറല്ലേ? മാങ്ങച്ചാറ്. ഓ മാഷാ അല്ലാ. അപ്പം നമ്മൾ ഇന്നലെ പറഞ്ഞത് ഒരു മാങ്ങ നമുക്ക് ഫ്രീ ചെയ്യാം. അതിൻ്റെ കാര്യം ബാവാ നേർച്ച തുടങ്ങിയാൽ പിന്നീട് എല്ലാ ദിവസവും ഒരു മാസം കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഇവിടെ കഞ്ഞി ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നേർച്ചയ്ക്ക് വരുന്ന ആളുകൾ കഞ്ഞി കുടിക്കുക. ഓരോ ദിവസവും കഞ്ഞി കുടിക്കാം. കാരണം നല്ല ചൂടായി കാരണം നല്ലൊരു ആശ്വാസകരമായി കഞ്ഞി. ഒറ്റുണ്ട്. ഇവർ രണ്ടാളും എന്നോട് വീടെടുക്കാൻ വേണ്ടി പ്രത്യേകം പറഞ്ഞ കേട്ടോ. അവർ പോസ്റ്റ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അവരങ്ങനെ തന്നെ പോസ്റ്റ് ഉള്ളൂ. എന്ത് പറയട്ടോ? അടിപൊളിയാണ്. സൂപ്പറാണ് കഞ്ഞി. ഇതെല്ലാ ദിവസവും ഉണ്ടാവും സീനു? ആഴ്ച ദിവസം കഞ്ഞി ഇവിടെ പറഞ്ഞില്ലേ? ആഴ്ച ഒരു ദിവസം ഉണ്ടാവുള്ളൂ. കഞ്ഞി പാത്രത്തെ കയ്യിൽ ശ്രദ്ധിച്ചങ്ങള് പഴയ ആൾക്കാർ കുടിച്ചതിനെ കയ്യിലത് ആ കയ്യിൽ തന്നെ നമുക്ക് കിട്ടിയ നമ്മളെ കൂട്ടുകാർക്ക് കിട്ടിയ ഇരുമ്പിന്റെ കയ്യിൽ അതാണ് വല്ലാത്ത ജാതി കയ്യില്. കൊടിമരം ഇതിന്റെ മേലേക്ക് ആ മരം കയറാനുണ്ട്. അതിമേലാണ് കൊടി വരിക. ഇതിന്റെ മേലെ കയറ്റും. ആ മരം കയറ്റുക. ആ ഇതിന്റെ മേലെ ഈ മരം കയറ്റും. അതിന്റെ മേലെ വൈകുന്നേരം കൊടി കയറ്റും. ഇപ്പോൾ ഇവിടെ ഒരു കൊടിമരമുണ്ട്. പക്ഷേ കൊടിമരം പൂർണ്ണതയിലേക്ക് എത്തണമെങ്കിൽ ഈ ഒരു മരം കൂടി അതിന് മുകളിലേക്ക് എത്തണം. അപ്പം അതിൻ്റെ ചടങ്ങാണ്. ഏകദേശം എല്ലാ വർഷവും പൊന്തിച്ചിരുന്ന ആ ഒരു മരമാണ്. പക്ഷേ അത് അവർ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ കൊടിമരത്തിന് മുകളിലേക്ക് ഈ ഒരു മരം കയറ്റിയ ശേഷം അതിൻ്റെ കൊടി
വൈകുന്നേരം 4:30-നാണ് കൊടി ഉയർത്തുക. അപ്പോൾ നമ്മൾ ഒരുപാട് ഫ്രണ്ട്സൊക്കെ ഇവിടെ ഉണ്ട്. ഇയാളാണ് ശരിക്കും കൊടിമരത്തിന് മേലെ കയറിയത്. പക്ഷേ ഈ പ്രാവശ്യം സൂര്യകണ്ഠൻ ഇവിടെ മോനാ തോന്നുന്നു. ഈ പ്രായമുള്ള ആളില്ല. ഇയാളെ എല്ലാ പ്രാവശ്യവും ഈ കൊടി കയറ്റി മേലക്കന്മാരെ എത്തിക്കണം. പ്രാവശ്യം 30 നേതൃത്വത്തിന് ഒരു കാര്യങ്ങൾ യുവതലമുറക്ക് കാണിച്ചു കൊടുക്കാറുണ്ട്. അപ്പം കൊടിമരത്തിൻ്റെ മരം മുകളിലേക്ക് കയറ്റുന്ന ചടങ്ങാണ്. അതിന് ശേഷമാണ് നമുക്ക് കൊടി കയറ്റുക. ഓക്കെ, അത് തന്നതിന് ശേഷമാണ് ഒരു ചന്ദനം തൊട്ടതിന് ശേഷമൊക്കെയാണ് ചെയ്യുക. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മുടെ കൊടിമരത്തിൻ്റെ മുകളിലേക്ക് നമ്മളെ കൊടിമരം എത്തിച്ചിട്ടുണ്ട്. ഇനി അവിടെ കൊടി കെട്ടുകയും വൈകുന്നേരം 4:30-ന് കൊടി ഉയർത്തുകയും ചെയ്യും. മാക്സിമം